ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വീണ്ടും ട്രെയിലർ വിശേഷങ്ങളാണ്. സിനിമ ട്രെയിലറും കൂടിയാണ് ഇന്നും കൂടി നമ്മൾ പറയുന്നത്. ഷമ്മി തിലകനും പൃഥ്വിരാജും ഒക്കെ അഭിനയിക്കുന്ന ഒരു കുറേ കാലമായി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയുടെ അഭിപ്രായം, വിലായത് ഉദ് ബുദ്ധ എന്ന സിനിമയുടെ ട്രെയിലർ ഉർവശി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ വിലായത് ഉദ്ദ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കാണാം. മേൽപ്പറഞ്ഞ അഡ്രസ്സിൽ കഴിഞ്ഞ 55 വർഷമായി സ്ഥിരതാമസക്കാരനായ ഞാൻ 7-5-24, 8-5-24 എന്നീ ദിവസങ്ങളിൽ കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ഫോറസ്റ്റ് ലിസ്റ്റിൽ പെട്ടായതുകൊണ്ട് നാളെ പുഷ്പ പോലെ കാട് കയറിയ ഒരു വരവ് തന്നെയാണ്. ഒരു പക്ക ലോക്കൽ സ്റ്റൈലാണ്. അത് തമിഴ്നാട് സ്റ്റൈലിലൊക്കെ തോന്നുന്നു. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടാ പ്രേമം. നീ തോറ്റാ ഞാൻ വെറും ചോലക്കിലെ ചെമ്പകത്തിന്റെ മോളാ. പക്ഷെ എനിക്ക് ഡബിൾ മോഹനന്റെ ഭാര്യയായിട്ട് ഈ മറയൂർ ടൗണിൽ കൂടെ നെഞ്ചും വിരിച്ച് നടക്കണം. സാറേ, ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിന് അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റിയും കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പൊട്ടിച്ച് കുറെ കടത്തിയതല്ലേ. ചന്ദനം യശോധാവള്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി കറ പുരണ്ടവരും തിളങ്ങും. അവനിങ്ങ് വരട്ടെ. ഇനി ഇടപാട് നമ്മൾ തമ്മില. ഒരിടത്തിന്റെ ഉടമ ഇതിൽ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞ് ഉറപ്പിച്ച ഇടപാടിനിടയിലൂടെ നീ തല കൊണ്ടിട്ട ആ തല ഞാൻ എടുക്കും. ഒന്നുകൂടെ വിളയണം. അടുത്ത അവന്റെ വിളച്ചിലെടുക്കല്ലേടാ. കാക്കിയിട്ട് ഒരുപാട് ഏമാന്മാര് കയറി ഇറങ്ങി പോയ ചുരോസാണ്. മലയും മോഹനും അന്നും ഇന്നും ഇവിടെ തന്നെ ഉണ്ട്. പണിവരം കിടക്കുന്നുള്ളൂ മോഹന. ചന്ദനവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമ്മളൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ടാവാറുണ്ട്. ചന്ദനം ഗവൺമെന്റിന് സർക്കാരിനും അവകാശപ്പെട്ടതാണെന്ന് അതുപോലെയാണ്. അങ്ങേരോട് പോയി പറഞ്ഞേക്ക ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഇനിയും റൗണ്ട് ഇതില് നീങ്ങ വാ. ഇത് ഗൗരവമുള്ള ശബ്ദമാണ്. ഷമ്മി തിലകൻ 21 നവംബർ 2025 ഇത് ഈ സിനിമ പുറത്തിറങ്ങുന്നതായിരിക്കും. ഡയറക്ടർ ചെയ്യുന്നത് ജയൻ നമ്പ്യാരാണ്. പ്രൊഡ്യൂസർ ചെയ്യുന്നത് സന്ദീപ് സേനൻ, അവി അനൂപ്. റൈറ്റ് ചെയ്തിരിക്കുന്നത് രാജേഷ് പിനാദൻ എന്ന് പറഞ്ഞ ഒരാളാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് സംഗീത് സേനൻ എന്നാണ്. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നത് ശ്രീജിത്ത് സാരംഗാണ്. പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ. നമുക്ക് തമിഴ് ടച്ചുള്ള സിനിമ തന്നെയാണ്. വലിയ പണം മുടക്കി ഉള്ള പരിപാടി തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷനേഴ്സ് ജി ഹരിനന്ദറാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരു പക്ക ലോക്കൽ മാസ് ഒക്കെ ഉള്ള ഒരു മാസ് മസാല കോംബോ പിടിച്ചുള്ള സീനൊക്കെയാണ് വിലായത് ഉദ്ദ. പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുന്ന മെയിൻ ക്യാരക്ടറായി വരാൻ പോകുന്ന ഒരു പുഷ്പയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ചന്ദനത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അല്ലാതെ മറ്റൊരു കോശിപരമായ ഒരു സംഭവങ്ങളൊക്കെ കോശി കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം. ആ ഒരു രീതിയിലേക്ക് ഒരു ഗൗരവമായ ശബ്ദമുള്ള ഷമ്മി തിലകനെ ഇതിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു വാറാണ്. തമ്മിലുള്ള വാർ യുദ്ധം നടക്കാനുള്ള എന്തോ ഈ ഒരു ചന്ദനത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒളിഞ്ഞു കിടപ്പുണ്ട്. മൊത്തത്തിൽ നമുക്കിത്
മനസ്സിലാവില്ല ഈ ഒരു ട്രെയിലർ നമ്മൾ കണ്ടാൽ. നേരിട്ട് തന്നെ സിനിമ കണ്ട് തന്നെ വിലയിരുത്തണം. അപ്പോൾ ബൈ ഫോർ എവർ.